ഇത് നോക്കി, ഇത് രാവിലെ ഭക്ഷണം കഴിഞ്ഞിട്ട് കൊടുക്കണം. ഓക്കെ മാം. പിന്നെ ഇത് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ച ശേഷം കൊടുക്കണം. ശരി, ഓക്കെ മാം. രാത്രി ഭക്ഷണം കഴിച്ച ശേഷം കൊടുക്കണം. ചേച്ചി എത്തിയല്ലോ. ചേച്ചി, അച്ഛൻ രാത്രി ഭക്ഷണം കഴിച്ച ശേഷം കഴിക്കുന്ന ടാബ്ലറ്റ് ഏതാ? എന്താ അത് നിനക്കറിയില്ലേ? അല്ല ചേച്ചി, അത് എല്ലാത്തിനും ഇങ്ങനെ ചേച്ചി ചേച്ചി എന്ന് വിളിച്ച് നീ എന്തിനാ എന്നെ ഇങ്ങനെ ഭ്രാന്ത് പിടിപ്പിക്കുന്നേ? എല്ലാ ജോലി ഞാൻ തന്നെ ചെയ്യുവാണെങ്കിൽ പിന്നെ നീ എന്തിനാ ഇവിടെ സാധന? ആ ബോക്സിൽ കറക്റ്റ് ആയിട്ട് എല്ലാം വെച്ചിട്ടുണ്ട്. നീ ആ ബോക്സിൽ കൈ ഇട്ടിട്ട് അത് മെസ്സപ്പാക്കണ്ട. നോക്ക്, നമുക്ക് ഏതെങ്കിലും ഒരു പണി അറിയില്ലെങ്കിലും വെറുതെ അതിൽ കൈയിടാൻ നിൽക്കരുത്. മനസ്സിലായോ നിനക്ക്? ചേച്ചി, അച്ഛന് തീരെ വയ്യാത്തതല്ലേ. ഏതെങ്കിലും മെഡിസിൻ തെറ്റി അറിയാതെ എടുക്കാനൊക്കെ സാധ്യതയുണ്ട്. ഇനി അത് കൊടുക്കുന്നതിന് മുമ്പ് ഞാൻ തന്നെ നോക്കി കൊടുക്കുന്ന ഇവരാ പറഞ്ഞത്. അത് ഞാൻ നോക്കുമായിരുന്നു ചേച്ചി. കൺഫ്യൂഷൻ ആയി പോയി, എനിക്ക് മനസ്സിലായില്ല. അതാ. ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ ഉള്ളതാണല്ലോ. അത് നോക്കിയിട്ട് നിനക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ നിന്നെക്കാളും വലിയ കഴുത വേറെ ഇല്ല. എന്തു പറ്റി മാഡം? ദേഷ്യം കൊണ്ട് ചവിട്ടി പൊളിച്ചാണല്ലോ വരവ്. എന്റെ രാമന്റെ നേരെയുള്ള ദേഷ്യം മുഴുവനും ഈ പാവം എന്റെ ഭാര്യയോട് കാണിക്കുന്ന എന്തിനാണെന്നേ? ബോർഡ് റൂമിലുണ്ടായ അനൗൺസ്മെന്റ് കേട്ട് നിന്റെ ഉള്ളിലുള്ള രോഷവും വിദ്വേഷവും ദേഷ്യവും എല്ലാം ഡബിളായിട്ടുണ്ടെന്ന് തോന്നുന്നു. എന്റെ രാമൻ ബെസ്റ്റ് ഡിസിഷൻ തന്നെയാണ് എടുത്തത്. നമ്മുടെ അശോകൻ ദേശായി ആൻഡ് ദേശായി ഗ്രൂപ്പ് ഓഫ് കമ്പനിയുടെ സിഒഒ. ജസ്റ്റ് ലൈക്ക് എ വൗ. എന്റെ രാമൻ ശരിക്കും തന്നില്ലേ നിനക്കൊരു ഡ്രോമ? ഭാർഗവി, വേണ്ട, നിങ്ങൾ അടങ്ങിയിരുന്നു. വെറുതെ എന്നെ കയറി ചൊറിയാൻ നിൽക്കല്ലേ. ഞാൻ സത്യമേ പറയൂ. പക്ഷെ നീ ഇവിടെ വേറെ ആരെങ്കിലും പേടിപ്പിച്ചാൽ അവര് പേടിക്കും. പക്ഷെ ആ അവസ്ഥയിലേക്ക് ഞാൻ എത്തിയിട്ടില്ല കേട്ടോ. എന്താണെന്നോ, നീയേ ഒരു മുഖം മൂടി അണിഞ്ഞല്ലേ ജീവിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ. ഇനി മുതൽ നീയും കുറച്ച് ഭയം കാണിക്കാനൊക്കെ പഠിച്ചോ കേട്ടോ. എന്താണെന്നോ, ഇപ്പോ കള്ളങ്ങളുടെ ചരട് കൊണ്ടുണ്ടാക്കി ഒരു മുഖം മൂടി എടുത്ത് നീ അണിഞ്ഞിട്ടുണ്ടല്ലോ. ആ ചരട് ഇപ്പൊ അയഞ്ഞു തുടങ്ങി. ഇനിയിപ്പോ ആ ചരട് അയഞ്ഞ് മുഖം മൂടി അഴിഞ്ഞ് താഴെ വീഴും. നിന്റെ ശരിക്കുള്ള മുഖം എല്ലാവരും അതോടെ തിരിച്ചറിയുകയും ചെയ്യും. ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ബി കെയർഫുൾ. സത്യ, മെല്ലെ മെല്ലെ, പതുക്കെ മതി, പതിയെ മതിയെന്ന്. എത്ര പേരുടെ BP കൂട്ടിയതാ നീ? ഇവിടെ എല്ലാവരോടും നീ ഇങ്ങനെ ദേഷ്യപ്പെട്ട് നിന്റെ BP എങ്ങാനും കൂടി അത് മൊത്തം പ്രശ്നമാകും മോളെ. ശ്രദ്ധിച്ച് ശാന്തമായിട്ട്. പിന്നെ ഒരു കാര്യം കൂടെ, ഞാൻ നിന്നോട് പറഞ്ഞ കാര്യം നിനക്ക് ഓർമ്മയുണ്ടല്ലോ അല്ലേ? ഈ വീട്ടിലെ വാണി ചേച്ചിയുടെ കണ്ണുകളുണ്ട്. അത് നിന്റെ പുറകെ തന്നെ ഉണ്ട്. നിനക്ക് ആരെയും ഒന്നും ചെയ്യാൻ കഴിയില്ല മോളെ. ഇതുവരെ ചെയ്ത പാപങ്ങൾക്കൊക്കെ പ്രായശ്ചിത്തം ചെയ്ത് സമാധാനമായിട്ട് ജീവിക്കാൻ നോക്ക്. അതെങ്ങനെയാ?
എടാ, ഇനി മുതൽ എന്റെ ഫ്രണ്ടിനെ അറിയാതെ പോലും ആരും സംശയിക്കാൻ പാടില്ല. നമ്മുടെ ആൾക്കാർക്കൊക്കെ ഒരു പ്രോബ്ലം ഉണ്ടാ, എല്ലാവരും ഈസി ആയിട്ട് അങ്ങ് ജഡ്ജ് ചെയ്ത് കളയും. എന്റെ ഫ്രണ്ടിനെ കുറിച്ച് ആരും തരം താഴ്ത്തി പറയുന്നത് എനിക്ക് ഇഷ്ടമുള്ള കാര്യമല്ല. അതുകൊണ്ട് നിനക്കൊരു സർപ്രൈസ് ഉണ്ട്. സർപ്രൈസോ? എന്താ അത്? ഒരു മിനിറ്റ്. പുതിയ സിഇഒയ്ക്ക് ഒരു പുതിയ വീട്. ഏയ്, എന്താടാ നിനക്ക് ബോധമില്ല? നിനക്ക് എനിക്കിതൊന്നും വേണ്ട. ഇനി ഒരിക്കൽ കൂടി നീ ഇങ്ങനെ കുട്ടികളെ കളിച്ചാ നന്നായിരിക്കില്ല. അത് ഇത് ഞാൻ നിനക്ക് ഗിഫ്റ്റായിട്ടൊന്നും തന്നല്ല. ഇത്രയും നാളും നീ എന്റെ പൊസിഷനിൽ ഇരുന്നിട്ട് നമ്മുടെ ഓഫീസിലെ എല്ലാ കാര്യങ്ങളും വളരെ നീറ്റായിട്ട് ചെയ്തില്ലേ? മോറോവർ യുവർ സിഇഒ നൗ. യു ഡിസേർവ് ഇറ്റ് അശോക്. എടാ, എനിക്കിത് വേണ്ടടാ. എനിക്ക് ആ ചെറിയ വീട് തന്നെ മതി. ഞാൻ അവിടെ ശരിക്കും ഹാപ്പിയാ. അതുകൂടാതെ ഒരു ദിവസം മോസ്റ്റ് ഓഫ് ദ ടൈം ഞാൻ നിന്റെ വീട്ടിൽ തന്നെയല്ലേ. ഇത് രണ്ടുവാ എനിക്ക് ഒരുപാട് സന്തോഷം തരുന്ന, കംഫർട്ട് തരുന്ന സ്ഥലങ്ങള്. എടാ, അത് അങ്ങനെ. ഒന്ന് അടങ്ങിയിരുന്നേ. അധികം സംസാരിക്കണം. നീ എന്നെ ഏൽപ്പിച്ച റെസ്പോൺസിബിലിറ്റീസ് തലകുത്തി നിന്ന് ഞാൻ ചെയ്യും. വെറുതെ നടക്കങ്ങോട്ട്. ഏയ് അശോക, ഇന്ന് നമ്മുടെ അശോക് മുതലാളി സിഇഒ ആയതുകൊണ്ട് ഞാൻ എന്റെ കൈകൊണ്ട് തന്നെയാ ഗുലാബ് ജാം ഉണ്ടാക്കിയത്. കൊണ്ടുവാ സാധനം കഴിക്കാൻ. അയ്യോ, ഇതിന്റെ ആവശ്യം എന്താ? അശോക, സന്തോഷം എല്ലാരും കൂടി ഒന്നിച്ച് ആഘോഷിക്കുമ്പോഴാ അത് ഡബിളാകുന്നേ. ഇടയ്ക്കിടക്ക് സാർ, നിങ്ങൾ അവിടെ ഇരിക്കാം. ദാ പിടിക്ക്. സത്യത്തിൽ ഒരുപാട് സന്തോഷമുണ്ട് അശോക്. അപ്പൂനെ പോലെ നീയും ഈ വീട്ടിലെ കുട്ടിയും. ഓഫീസിൽ എന്ത് ജോലിയാണെങ്കിലും നീ കൃത്യമായിട്ടാണ് ചെയ്യാറ്. വീട്ടിലാണെങ്കിൽ ഒരു അംഗത്തെ പോലെ നീ പെരുമാറുന്നേ. അപ്പോ എനിക്ക് എന്തായാലും 100% ഗ്യാരണ്ടി ഉണ്ട്. ഈവൻ നമ്മുടെ കമ്പനിയുടെ സിഇഒ ആയി കഴിഞ്ഞാൽ നമ്മുടെ കമ്പനി ഇനി ഉയരത്തിലെത്തുന്നു. ആൻഡ് ഐ ആം സോ പ്രൗഡ് ഓഫ് യു. നിനക്ക് ഒരാൾക്ക് മാത്രമാടാ ഇങ്ങനെയൊക്കെ ആലോചിക്കാൻ പറ്റൂ. താങ്ക്സ് മേമ. ഭാഗ്യം, ആ ചരൺ നമ്മുടെ ഓഫീസിൽ നിന്ന് പോയല്ലോ. ഇനി മുതല് അങ്ങനെയുള്ളവരെ ഓഫീസിലേക്ക് അടുപ്പിക്കരുത്. അറിയുന്നവരെയും വിശ്വാസമുള്ളവരെയും മാത്രം ഓഫീസിൽ അപ്പോയിന്റ് ചെയ്താൽ മതി. അച്ഛൻ എന്തു പറയുന്നു വെച്ചാ? അതേ മോളെ, റാമു അശോകനും ഓഫീസിലുണ്ടെങ്കിൽ അവരെല്ലാം നോക്കിക്കോളും. ആ മേമ, ഞങ്ങൾ വളരെ ശ്രദ്ധിച്ച് തന്നെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നേ. നെക്സ്റ്റ് നമ്മുടെ കമ്പനിയിൽ ഹയർ ചെയ്യുന്ന ആരെയാണെങ്കിലും അയാളുടെ ഹിസ്റ്ററി അറിയാന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുകൊണ്ടാ പറഞ്ഞ് നമ്മുടെ ആളുകൾ അപ്പോയിന്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അവരുടെ മേലൊരു വിശ്വാസം ഉണ്ടാവുമല്ലോ. എല്ലാം മേമയുടെ ഇഷ്ടം. മേം ഇപ്പൊ എന്താ പറഞ്ഞു വരുന്നേ? അത് മനസ്സിലാവുന്നില്ലല്ലോ. അല്ല ചേട്ടാ, തൻ്റെ ഭാര്യ നല്ല മര്യാദക്കാരിയായിട്ട് സംസാരിക്കുന്നുണ്ടല്ലോ. ഇവിടെ ഇത്രയൊക്കെ നന്നായിട്ട് സംസാരിക്കുന്നുണ്ടെങ്കിൽ അശോകൻ എന്തോ അപകടത്തിലാണെന്ന് അർത്ഥം. പോത്തിനെ അറക്കുന്നതിന് മുമ്പ് നന്നായിട്ട് തീറ്റയും കൂടി കൊടുക്കുന്ന. അത് തന്നെ. ഈ ബൗൺസർ എറിയാൻ വേണ്ടി സെറ്റ് ചെയ്തിട്ട് യോർക്കർ എറിയില്ലേ, അതുപോലെ വിക്കറ്റ് വീഴുമെന്ന് തോന്നുന്നു. ത്രില്ലിങ് ആവോ? ബൗൾഡ്. പാവമുണ്ട്. ഓഫീസിൽ നടന്ന എല്ലാ ഇടപാടുകളിലും വിശ്വന്റെ കൈ പതിഞ്ഞിട്ടുണ്ടെന്നാ രാമൻ വിശ്വസിക്കുന്നത്. എനിക്ക് അത് മതി. നിങ്ങൾ രണ്ടാളും കൂടി എനിക്ക് ചെക്ക് വെക്കാൻ നോക്കുന്നല്ലേ? ഇനി നിങ്ങൾ കണ്ടോ, നിന്റെ ഗതി അതോ ഗതി. സീതമ്മ, എല്ലാ ലെറ്റേഴ്സും പോയി കാണുവോ? ഇന്ന് രാവിലെ അല്ലേ ലെറ്റേഴ്സ് ഒക്കെ നീ പോസ്റ്റ് ചെയ്തത് സിഹി? നാളെ അവർ അയച്ചോളും. നീ എന്തിനാ ടെൻഷൻ ആവുന്നേ? നാളെ നീ സ്കൂളിലേക്ക് പോവില്ലേ? അപ്പൊ നിന്റെ ഫ്രണ്ട്സ് പറയും കിട്ടീന്ന്. സീതമ്മ, എന്റെ ഫ്രണ്ടിനും അയച്ചിട്ടുണ്ട്. റാമിനോ? അവനുള്ള ലെറ്റർ ഒക്കെ നീ എപ്പോഴാ എഴുതിയത്? എന്നെ വഴക്കു പറയാനൊന്നും നിൽക്കണ്ട. എന്റെ ഫ്രണ്ടിനെ ഫോൺ ചെയ്യണ്ടെന്നല്ലേ പറഞ്ഞുള്ളൂ, ലെറ്റർ അയക്കണ്ടെന്ന് പറഞ്ഞിരുന്നോ? സീതമ്മ, നീ പെർമിഷൻ തന്നാ എന്റെ ഫ്രണ്ടിനെ വിളിച്ച്
അതൊന്നും വേണ്ട. അതല്ല സീതമ്മ, മുത്തശ്ശൻ പറഞ്ഞു അഡ്രസ് കറക്റ്റ് എഴുതിയില്ലെങ്കിൽ അവർക്ക് കാർഡ് കിട്ടില്ലെന്ന് പറഞ്ഞു. സീതമ്മ, ഒരേ ഒരു തവണ എന്റെ ഫ്രണ്ടിനെ ഫോൺ ചെയ്ത് കാർഡ് കിട്ടിയോന്ന് ഞാൻ അന്വേഷിച്ചോട്ടെ? പ്ലീസ് സീതമ്മ, പ്ലീസ്. സിഹി, ഈ ലെറ്റേഴ്സ് എഴുതി സംസാരിക്കുന്നതിന്റെ സന്തോഷം ഒന്ന് വേറെ തന്നെയാ. നമ്മൾ ഒരാൾക്ക് കത്തെഴുതി അത് അയാൾക്ക് അയച്ചു കൊടുത്ത് എന്ത് മറുപടിയാ കിട്ടുകയെന്ന് നമ്മൾ ഭയങ്കര കൗതുകത്തോടെ കാത്തിരിക്കില്ലേ? ആ സന്തോഷം ഒന്ന് വേറെയാ. അത് ഫോണിലും മെസ്സേജിലും ഒന്നും കിട്ടില്ല. അങ്ങനെയാണെങ്കിൽ നീ എന്ത് മെസ്സേജ് കൊടുക്കുമെന്ന് എന്റെ ഫ്രണ്ട് കാത്തിരിക്കുന്നുണ്ടാവോ? എന്റെ ഫ്രണ്ട് നിനക്ക് ലെറ്റർ അയച്ചല്ലേ, എന്നിട്ട് നീ അതിന് മറുപടി കൊടുത്തില്ലല്ലോ. പാവമുണ്ട് എന്റെ ഫ്രണ്ട്, വെയിറ്റ് ചെയ്തിരിക്കുവായിരിക്കും. ഇപ്പൊ ഞാൻ ഫോൺ ചെയ്യണോ വേണ്ടേ? ഫോൺ ചെയ്ത് ചോദിക്കാനാണെങ്കിൽ നീ ലെറ്റർ അയച്ചത് എന്തിനാ? ലെറ്റർ എഴുതി കഴിഞ്ഞാ പിന്നെ കാത്തിരിക്കാനും തയ്യാറാവണം. ശരി സീതമ്മ, ഞാൻ കാത്തിരിക്കാം. ശരി, ഇനി ഉറങ്ങാം. വാ. എന്താ സാർ ഇത്? അഡ്രസ് എഴുതാതെ വെറും ശ്രീറാം ദേശായി എന്നാ എഴുതിയത്. ഇങ്ങനെ എഴുതിയാ എങ്ങനെ മനസ്സിലാവാനാ? അവസാനം ഒരാൾ പറഞ്ഞു, അന്ന് ടി വിയിൽ വന്നില്ലേ, ആ ദേശായി വീട്ടിലായിരിക്കുമെന്ന് പറഞ്ഞ് ആർക്കൊക്കെയോ ഫോൺ ചെയ്ത് ചോദിച്ച് മനസ്സിലാക്കി ഇങ്ങ് എത്തിച്ചപ്പോഴേക്കും മടുത്തു. പിടിച്ചേ. എന്താ അവിടെ? മാഡം, പോസ്റ്റ്. പിൻകോഡ് ഇല്ലാതെ പോസ്റ്റ് ഒരു അഡ്രസ്സിലേക്ക് എത്തിക്കുന്നത് ബുദ്ധിമുട്ടാ മാഡം. അങ്ങനെയുള്ളപ്പോ ശ്രീറാം ദേശായി എന്ന് ഇതിൽ എഴുതിയതുകൊണ്ടാ അന്ന് ടി വിയിൽ വന്നിരുന്നല്ലോ, അതുകൊണ്ട് ഒരുപാട് ഫേമസ് ആയതല്ലേ. അത് ചോദിച്ചാ വീട് കണ്ടെത്തിയേ. നോക്ക്, ഈ പോസ്റ്റ് ഇവിടെ കാണുമെന്ന്. ആ പിന്നെ മാഡം, ഇത് അഥവാ നിങ്ങളുടെ അല്ലെങ്കിൽ തിരിച്ചയക്കാൻ കഴിയില്ല, കാരണം ഇതിൽ ഫ്രം അഡ്രസ്സും ഇല്ല. ശ്രീറാം ദേശായി, ബാംഗ്ലൂർ. ഭീമ, എന്താ ആരുടെ കത്താ? നിനക്ക് വന്നതാടാ ഇത്. ആരോ എന്തോ എഴുതി അയച്ചതാ. ആരാ അപ്പു? ആരുടെ കത്താന്ന് മനസ്സിലായോ? എന്റെ ഫ്രണ്ടാണ് മേമ. ഫ്രണ്ടോ? ഇക്കാലത്ത് ഇതുപോലെ പോസ്റ്റ് കാർഡ് അയക്കുന്ന ഏത് ഫ്രണ്ടാ നിനക്കുള്ളേ? സത്യല്ലേ, ഇന്നിപ്പോ ഈ മൊബൈലിന്റെ കാലത്ത് പോസ്റ്റ് കാർഡ് കിട്ടുമ്പോ എന്തൊരു സന്തോഷമാണല്ലേ. ഐ ആം സോ ഹാപ്പി. താങ്ക് യു മേമ. അതിങ്ങോട്ട് തന്നെയാ, പോയിക്കോളൂ. സീതയല്ലാതെ ഇവനേതാ വേറെ ഫ്രണ്ട്? അതും ഒരു പോസ്റ്റ് കാർഡിൽ എഴുത്തയക്കാൻ മാത്രം. ഓ, ചരൺ ഡി. ഭാർഗോ, ഇതെന്തിനാ ഈ ചരണ്ടി എന്നെ എങ്ങനെ വിളിച്ചോണ്ടിരിക്കുന്നേ? എന്താ നിന്റെ പുതിയ പ്ലാൻ? ഫോൺ എടുക്കാൻ നിൽക്കണ്ട. അയ്യയ്യേ, ഞാൻ എന്തിനാ ഇവന്റെ ഫോൺ പിക്ക് ചെയ്യുന്നേ? ഇവൻ എന്റെ ടീമിലേ ഇല്ല. ഞാൻ സെലക്ഷൻ കമ്മിറ്റി ഹെഡായിരുന്നെങ്കിലേ ഇവനെ ഉറപ്പായിട്ട് ഞാൻ എടുക്കുകയില്ലായിരുന്നു. പക്ഷേ ഇവൻ നിന്നെ കോൾ ചെയ്യുന്നതിന് പകരം എന്നെയാണല്ലോ വിളിച്ചോണ്ടിരിക്കുന്നത്. എന്തിനാണെന്ന് എന്റെ ചോദ്യം. അവൻ എന്നെ ഫോൺ ചെയ്യാൻ പറ്റില്ലല്ലോ. അവൻ ഓഫീസിൽ നിന്ന് പുറത്താക്കിയ അന്ന് തന്നെ അവന്റെ നമ്പർ ഞാൻ ബ്ലോക്ക് ചെയ്തു. അതുകൊണ്ട് അവൻ നിന്നെ വിളിക്കുന്നേ. ഓ, അല്ല ഭാർഗു, ഇത്രയും നാളെ നീ പറയുന്നത് മാത്രം കേട്ട് ജീവിച്ചവനല്ലേ അവൻ. അവന്റെ അവസ്ഥ ഇങ്ങനെ ആക്കിയല്ലോ നീ. ഇപ്പൊ അവനില്ലേ മുറിവേറ്റ സിംഹത്തെ പോലെയാ. അവൻ കാരണം നിനക്കൊരു പ്രശ്നം ഉണ്ടാവില്ലെന്ന് എന്താ ഗ്യാരണ്ടി? എന്തായാലും ഭാർഗു, നീ ഒന്ന് ശ്രദ്ധിച്ചിരിക്കുന്നത് നല്ലത്. നിന്റെ അഡ്വൈസ് സ്വീകരിക്കേണ്ട ഒരു അവസ്ഥ ഇതുവരെ എനിക്ക് വന്നിട്ടില്ല വിശ്വ. റിലാക്സ്, കൂൾ. അല്ല, നിനക്കിതെന്ത് പറ്റി? ഓൾ ഓഫ് എ സഡൻ നീയൊരു മര്യാദ പുരുഷനായിട്ട് മാറിയല്ലോ.
പ്രായമായോ അതോ നിനക്ക് നിന്റെ ചേട്ടനെയും ചേച്ചി ഓർമ്മ വന്നോ? നോക്കൂ ഭാർഗവ്, അവരെ കുറിച്ച് മാത്രം നീ സംസാരിക്കരുത്. അവരെക്കുറിച്ച് സംസാരിക്കാൻ എനിക്കും ഇഷ്ടമല്ല. നീ സന്തോഷത്തോടെ ആഹാരം കഴിച്ച് സമാധാനായിട്ടിരിക്കെ. വെറുതെ എന്റെ കാര്യത്തിൽ തലയിടാൻ വരണ്ട. എന്ത് ചെയ്യണമെന്ന് എനിക്ക് നന്നായിട്ടറിയാം. അല്ല ഭാർഗവ്, ഇപ്പോൾ ഉള്ളത് അങ്ങനെ തന്നെയാണല്ലോ. എക്സ്ട്രാ പ്ലെയർ ആണല്ലോ ഞാൻ. കളിക്കുന്നുണ്ട്, കണക്കിലില്ല. ഞാനിപ്പോഴും ഈ ബൗണ്ടറിക്ക് പുറത്ത് തന്നെയല്ലേ. അപ്പൊ അത്രയൊക്കെ അറിയാം അല്ലേ? ദാറ്റ്സ് വെരി ഗുഡ്. നോക്ക്, നിന്നോട് വെറുതെ സംസാരിച്ച് എന്റെ സമയം പോയത് പോലും അറിഞ്ഞില്ല. അച്ഛന് മരുന്ന് കൊടുക്കാനുണ്ട്, അച്ഛൻ ഭക്ഷണം കഴിച്ചൊന്ന് നോക്കാനുണ്ട്, അതും കഴിഞ്ഞ് ഭക്ഷണം കഴിഞ്ഞിട്ടുള്ള മെഡിസിൻ കൊടുക്കണം. എന്തൊക്കെ ജോലി ഉണ്ടെന്ന് അറിയോ എനിക്ക്. അല്ലെങ്കിലേ അവര് തന്നെ ഭാർഗവി മോളെ നീ എവിടെയാണെന്ന് ചോദിച്ച് നേരെ ഇങ്ങോട്ട് കയറി വരും. ആണോ ഭാർഗവ്? ഡേ, ഇരിഞ്ഞു മടുത്തിട്ട് പറയുവാ. കുറെ കാലായി ഈ വീട്ടിൽ നിന്ന് ചക്രശ്വാസം വലിച്ചുകൊണ്ടിരിക്കുക ഞാൻ. ഇത്ര വലിയ വീട്ടിൽ ജീവിക്കുന്നത് ഒരു പുണ്യമാണെന്ന് ഭാവിച്ച ഞാൻ ജീവിക്കുന്നത്. ഇത്ര ആളുകൾ ഈ വീട്ടിലുണ്ടായിട്ടും എല്ലാ നേരത്തും ഭാർഗവി ഭക്ഷണായോ മോളെ, ഭാർഗവി മരുന്ന് എവിടെയാ മോളെ, ഭാർഗവി ആരാ വന്നെന്ന് നോക്കിയ മോളെ. മടുത്ത് പോയി എനിക്ക്. ജോലിക്കാരി, പക്ഷേ മുതലാളി കസേര മാത്രം എന്റെ അല്ല. അതൊരിക്കലും നിനക്ക് കിട്ടുകയില്ല. നിങ്ങൾ എന്താ പറഞ്ഞു? ഒന്നുമില്ല ഭാർഗവ്, നീ എന്തോ സമയായെന്ന് പറഞ്ഞില്ലേ? ഇല്ലെങ്കിൽ ഭാർഗവി എന്നും പറഞ്ഞ് ഇങ്ങോട്ട് വരുമെന്ന് പറഞ്ഞില്ലേ? ചെല്ല് വേഗം. വിശ്വ, നിനക്ക് വിജയിക്കണമെന്നുള്ളത് ഒരിക്കൽ പോലും തോന്നിയിട്ടില്ലേ? വിജയ് എന്താണെന്ന് ഒരിക്കൽ പോലും അനുഭവിക്കാത്ത നീ എന്നെ കളിയാക്കാൻ നോക്കുന്നു. നീ എഴുതി വച്ചോ, ഈ വീടിന്റെ മുതലാളി ഞാനായിരിക്കും. ദേശായി വീടിന്റെ മാസ്റ്റർ ബ്ലാസ്റ്റർ ഈ ഞാനാ. ദൈവമേ, ഇവളെന്തൊക്കെ ഈ പറയുന്നത്? എന്താ കാര്യം? അവസാനം അവളുടെ കളി കഴിയുമ്പോൾ ഞാൻ ബൗൾഡാകാതിരുന്നാൽ മാത്രം മതി. ദൈവമേ. സിഹി എനിക്ക് വേണ്ടി ഒരു ലെറ്റർ എഴുതി അയച്ചു എന്നുള്ളത് തന്നെ എനിക്ക് ഏറ്റവും വലിയ സർപ്രൈസാ. എനിക്ക് ഉറപ്പാ അവൾ എന്നെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ടെന്ന്. ഹായ്. അപ്പു, ഇതെന്താ നീ ഇങ്ങനെ ഒറ്റയ്ക്ക് നിന്ന് സംസാരിക്കുന്നത്? ഒറ്റയ്ക്കോ? അങ്ങനെയൊന്നും ഇല്ലല്ലോ മേമ. വിശ്വസിക്കാമോ? എന്താ മേമ, എന്നാ നിങ്ങൾക്ക് വിശ്വാസമില്ല? വിശ്വാസമൊക്കെ ഉണ്ട്, പക്ഷെ നീ എന്തൊക്കെയോ എന്നീന്ന് മറച്ചു വെക്കുന്നുണ്ടെന്നുള്ളത് സത്യമാണ്. അയ്യോ, സത്യമായിട്ടും അങ്ങനെയൊന്നും ഇല്ല എന്റെ മേമ. മേമ, ഓഫീസിൽ പോകുന്നതേ ലേറ്റ് ആവുന്നു. ഞാൻ ഇങ്ങനെ നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നേ. പോയി റെഡി ആയിട്ട് വരാവേ. നീ പോവാൻ നോക്ക്. എനിക്ക് അച്ഛന് മരുന്ന് കൊടുക്കാനുള്ളതാ. അത് കഴിഞ്ഞിട്ട് വേണം നിന്നെ ചോദ്യം ചെയ്യാൻ. മോളെ ഭാർഗവി. ഡാ വരുന്നു അച്ഛാ. ഞാനിവിടെ അപ്പുവിനോട് സംസാരിച്ചോണ്ടിരിക്കുക. നോക്ക്, ഒരു സെക്കൻഡ് ലേറ്റ് ആയ അച്ഛൻ ഇങ്ങനെയാ. ഇതാദ്യായിട്ടാ നിന്റെ പേരും പറഞ്ഞുകൊണ്ട് ഞാൻ എക്സ്ക്യൂസ് ചോദിക്കുന്നത്. അച്ഛാ, അയ്യോ അച്ഛാ. നീയേ കറക്റ്റ് സമയത്ത് രാമന്റെ പേര് പറഞ്ഞ മോളെ. മറന്നുപോയൊരു കാര്യം ഓർമ്മ വന്നു. ഭാഗ്യം. അച്ഛാ, അച്ഛൻ എന്തിനാ ഇങ്ങോട്ട് പോകുന്നത്? ഇങ്ങോട്ട് വന്നെങ്കിൽ മുത്തശ്ശൻ എന്തോ സ്കീം ഉണ്ടെന്ന് അതിന്റെ അർത്ഥം. അതൊക്കെ പറയാം. ഈ വീക്കെൻഡിൽ നിനക്ക് എന്തെങ്കിലും പരിപാടി ഉണ്ടോ? എന്താ മുത്തശ്ശ? അച്ഛാ, നിങ്ങൾ രണ്ടാളും സംസാരിക്കാൻ ഞാൻ മരുന്നെടുത്തോണ്ട് വരാം. ആ ചുവന്ന വിളി കേട്ടോ. അച്ഛാ. അതെ, ഇവിടെയുള്ളൊരു സ്കൂളിൽ നിന്നെ ഗസ്റ്റ് ആയിട്ട് വിളിച്ചിട്ടുണ്ട്. ഞാൻ നിന്നെ സജസ്റ്റ് ചെയ്യട്ടെ, നിനക്കൊന്ന് പോയിട്ട് വരാമോടാ. സ്കൂളിലോ? നോ വേ. മുത്തശ്ശന് പകരം ഞാൻ പോകാനോ? ഇതിനൊക്കെ മുത്തശ്ശൻ പോയാലേ ശരിയാവുള്ളൂ. മുത്തശ്ശൻ എല്ലാവർക്കും ഒരു മാതൃകയാ മുത്തശ്ശ. ഇങ്ങനെ പറഞ്ഞാ എങ്ങനെയാടാ? കുട്ടികൾക്ക് നിന്നെ പോലുള്ള യങ് ആൻഡ് എനർജറ്റിക് പേഴ്സൺസ് ഇൻസ്പിറേഷൻ ആണ്.
മുത്തശ്ശ, നിങ്ങൾ ഒന്നും ആലോചിക്കണ്ട. നിങ്ങൾ നിങ്ങളുടെ ആരോഗ്യം നോക്ക്, ഞാൻ എല്ലാം നോക്കിക്കൊള്ളാന്ന് പറയണ്ടേ. എനിക്ക് വയസ്സായെന്ന് കരുതി എനിക്ക് വയ്യെന്ന് എപ്പോഴും നിന്നെ കാണിച്ചുകൊണ്ടിരിക്കണോ? ആഹാ, ഇപ്പോഴും എനർജിക്ക് ഒരു കുറവുമില്ല. വയസ്സായെന്ന് കരുതി പബ്ലിക് ലൈഫിനെ ത്യജിക്കേണ്ട കാര്യമൊന്നുമില്ല മുത്തശ്ശ. കൂടെ ഞാനുണ്ട്. പിന്നെ എല്ലാത്തിന്റെ മുകളില് മുത്തശ്ശനെ പൊന്നു പോലെ നോക്കാൻ മേമയുണ്ട്. അല്ലേ മേമ? അതെ മോനെ രാമ, ഞാനിവിടെ നിൽക്കുന്നത് ഈ മുതുക്കിനെ നോക്കാൻ വേണ്ടിയാണല്ലോ. പിന്നെ ഇവിടുത്തെ കുട്ടികളെ കൊഞ്ചിക്കാനും ഈ വീട്ടിലെ ചപ്പ് ചവറുകൾക്ക് സേവ ചെയ്യാനും വേണ്ടിയാണല്ലോ. എന്റെ വിധി, മുതലാളിയായിട്ട് ഈ കസേരയിൽ ഇരിക്കേണ്ട ഞാൻ ഇപ്പൊ ഇവിടുത്തെ ജോലിക്കാരി. നിങ്ങളെല്ലാവരും എന്നെ നന്നായിട്ട് തന്നെ നോക്കുന്നുണ്ടല്ലോ, അത് തന്നെ ഏറ്റവും സമാധാനം. അച്ഛാ, സംസാരിച്ചതൊക്കെ മതി. ഇനി വന്ന് ഭക്ഷണം കഴിക്കാൻ നോക്ക്. ആ ശരി. നീ വേടാ. നീ അയച്ച ലെറ്റർ കിട്ടി. എനിക്ക് ഒരുപാട് സന്തോഷായി. കൊള്ളായിരുന്നു. എനിക്ക് ഒരുപാട് ഇഷ്ടായി. താങ്ക് യു സിഹി. ചിതമ്മ, ഞാൻ അയച്ച ലെറ്റർ എന്റെ ഫ്രണ്ട് അയറയ്ക്ക് കിട്ടിയിട്ടുണ്ട്. അവൾക്ക് ഭയങ്കര സന്തോഷായി. ഞാൻ പറഞ്ഞില്ലേ, ലെറ്റേഴ്സ് എഴുതുന്നത്, വായിക്കുന്നത്, ആ സന്തോഷം തന്നെ വേറെയാ. ചിതമ്മ, അങ്ങനെയാണെങ്കിൽ ഞാൻ ആർക്കൊക്കെയാണോ ലെറ്റർ അയച്ചേ അവർക്ക് എല്ലാവർക്കും ഇപ്പൊ കിട്ടുവോ? അത് നമ്മുടെ നാട്ടിൽ തന്നെ ആണെങ്കിൽ ഇപ്പൊ കിട്ടിയിട്ടുണ്ടാവും. എന്റെ ഫ്രണ്ടിന് ഞാൻ കാർഡ് അയച്ചതല്ലേ, പെട്ടെന്താ അവൻ മെസ്സേജ് അയക്കാത്തെ? ഇത് ഉറപ്പായും എന്റെ ഫ്രണ്ട് അയച്ച മെസ്സേജ് ആയിരിക്കും. സീതമ്മ, മെസ്സേജ് വന്നിട്ടുണ്ട്. ഞാൻ കാർഡ് അയച്ചത് കിട്ടിയെന്ന് പറഞ്ഞ് ആരെങ്കിലും മെസ്സേജ് അയച്ചതായിരിക്കും. നീ ഫോൺ തരുവോ? ഞാൻ നോക്കട്ടെ. എനിക്കറിയാം സിഹി, നീ റാമിന്റെ മെസ്സേജിന് വേണ്ടി കാത്തിരിക്കുകയാണെന്ന്.